ഗുഡ് മോർണിംഗ് അച്ഛാ. ആ ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ എല്ലാരും? അച്ഛൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലടാ. അത് ഞാൻ മറന്നു. നാളെ ന്യൂ ഇയർ തുടങ്ങുകയല്ലേ, നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? ഞാൻ റെഡി. ബേബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ, നല്ല കനമുണ്ട് അതിന്. അത് അച്ഛനതാ, അച്ഛൻ നോക്കിക്കോളാം. എന്നിട്ട് ബാക്കിയാവുന്ന ചവറുണ്ടെങ്കിൽ ആ കുഞ്ഞിച്ചോല് കൊണ്ട് അടിച്ചു വാരിക്കോ. എന്താ? ഓക്കേ. ആഹാ, എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ. നാളെ ന്യൂ ഇയർ അല്ലേ മുത്തശ്ശി? അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഞങ്ങളും കൂടി. നല്ല കുട്ടികൾ. പക്ഷേ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം ഒതുങ്ങി പോകരുത്. നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം. ഇല്ല മുത്തശ്ശി, ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും. അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത്. അല്ല മുത്തശ്ശി, എന്തുകൊണ്ടാണ് ഈ ജനുവരി 1 ഒരു വർഷത്തിന്റെ തുടക്കമായത്? അതൊക്കെ വളരെ പണ്ട്, അതായത് BC 45 മുതലാണ് ജനുവരി 1 വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത്. അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ, ആ മുയലിന്റെ മുറിയിലെ ചുമരിൽ ഒരു കലണ്ടർ തൂങ്ങിക്കിടപ്പുണ്ട്. ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രവുമുണ്ട്. എന്ന് നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും. ഹായ്, ടാറ്റാ, പോയിട്ട് വരാട്ടോ. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കുമോ? പോയിട്ട് വരാം, ടാറ്റാ. ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതാ മേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ. ഇതെന്ത് കഥ? അത് കൊള്ളാലോ. എന്തേലും ആവട്ടെ, വിശന്നിട്ട് വയ്യ. മുയൽ മേശപ്പുറത്ത് കണ്ട ചൂടുള്ള ഭക്ഷണമൊക്കെ സ്വാദോടെ കഴിച്ചു. പിറ്റേ ദിവസവും പതിവ് പോലെ മുയൽ ജോലിക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. മുയൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ്. മുയലിന് അത്ഭുതം ഇരട്ടിച്ചു. അങ്ങനെ അടുത്ത ദിവസവും മുയൽ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ഈ വീടൊന്ന് വൃത്തിയാക്കി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. പക്ഷെ അന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുയലിനൊരു സംശയം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വൃത്തിയാക്കുന്നതാണ്. മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി. കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല. മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടർ ചുരുട്ടി വെച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സുന്ദരിയോട് മുയൽ പറഞ്ഞു. എന്റെ സുന്ദരി, നീ ഇനി കലണ്ടറിലേക്ക് തിരിച്ചു പോകണ്ട. നമുക്കൊരുമിച്ച് ഇവിടെ താമസിക്കാം. അതൊരിക്കലും കഴിയില്ല. എന്നെ ഒരു മൂങ്ങ സന്യാസി ശപിച്ച് കലണ്ടറിൽ ഒരു ചിത്രമാക്കി മാറ്റിയതാണ്. ചിത്രത്തോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് മോക്ഷം ലഭിക്കും. പക്ഷേ സന്യാസി എന്നെ വീണ്ടും കണ്ടാൽ ഒരു സന്യാസിയും ഇവിടേക്ക് വരില്ല.
വരുമ്പോൾ നമുക്കപ്പം നോക്കാം. അങ്ങനെ സുന്ദരി മുയൽ സമ്മതിച്ചു. മുയലിന് ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു. മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും ഇട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോന്നു. അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് 2 കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ്. എന്ത് പറ്റി? നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ്. രാജാവിന് ഇന്ന് ഭക്ഷണത്തിന് മാനിറച്ചി വേണം പോലും. ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു. ഒരിടത്ത് പോലും കാണാനില്ല. മാനില്ലാതെ മടങ്ങിപ്പോയ ഞങ്ങളുടെ തല പോകും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു മാനിനെ ഞാൻ തരാം. അവൾ വായുവിൽ കൈ കറക്കി നീട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ മുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു. ഭടന്മാർക്ക് സന്തോഷമായി. അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹായ്, എന്തു രുചി! ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി, ഈ മാനിനെ? ഭടന്മാർ കാര്യം പറഞ്ഞു. ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു. എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം. വേഗം പിടിച്ചുകൊണ്ടുവാ. മഹാരാജാവേ, ആ സ്ത്രീ ഒരു മുയലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. എങ്ങനെ കൊണ്ടുവരും പ്രഭു? ശരിയാണ്, അത് രാജനീതിയല്ല. അതിനൊരു പോംവഴിയുണ്ട്. ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം, അത്ര തന്നെ. അതെങ്ങനെ? വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും കാരണം വേണം. എന്ത് കാരണം? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ 4 നേരം ഭക്ഷണം തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്നത്? ആലോചിക്കണോ? സോറി പ്രഭു, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മുയലിനെ ഏൽപ്പിക്കാം. അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ നാട് കടത്താം. അങ്ങനെ ആവട്ടെ. എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ മുയൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ ഭടന്മാർ മുയലിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുയലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു, നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിരപ്പന്തയം നടത്തണം. പന്തയത്ത് തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല, കേട്ടല്ലോ? പന്തയമോ? പാവം മുയൽ. രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട്, തനിക്കാണെങ്കിൽ ഒറ്റ കുതിര പോലും ഇല്ല. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മുയൽ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് സങ്കടത്തോടെ പറഞ്ഞു, നിനക്ക് കേൾക്കണോ? നാളെ രാജാവ് എന്നെ നാട് കടത്തും. എന്തിന്? നാളെ രാജാവുമായി ഒരു കുതിരപ്പന്തയം വേണമത്രേ. അതിന് നമുക്ക് എവിടെ ഈ കുതിര? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ നാളെ നിങ്ങളെ നേരത്തെ വിളിച്ചുണർത്താം. അങ്ങനെ മുയൽ മനസ്സില്ലാ മനസ്സോടെ കിടന്നുറങ്ങി. നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വെളുത്ത കുതിരയെ ഉണ്ടാക്കി. അങ്ങനെ നേരം വെളുത്തു. പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത്. രാജാവ് കൊട്ടാരത്തിന് പുറത്തു വന്ന് കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു. രാജാവും ഭടന്മാരും പകച്ചുപോയി. അങ്ങനെ പന്തയം ആരംഭിച്ചു. രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ട് പായുന്നു. അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി. ഇനി എന്ത് ചെയ്യും? നമ്മുടെ മുയലിനെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നിനക്കെങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത്? അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. പ്രഭു, അപ്പൊ നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത്. ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ. കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു. രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി രാജാവ് പ്രഖ്യാപിച്ചു. മുത്തശ്ശി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാരും രാവിലെ തന്നെ? ഇന്ന് സ്കൂളിൽ പോകാനില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ മുത്തശ്ശി? ഓ, മുത്തശ്ശി അത് മറന്നു. സ്കൂളിൽ പോവാനില്ലാത്തത് കൊണ്ടല്ലേ മുത്തശ്ശിയുടെ അടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. മുത്തശ്ശി, ഇന്നൊരു കുറുക്കന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ ഇവിടെ ഇരിക്കേ. പണ്ട് ഒരു കാട്ടിൽ
മടിയനും ചതിയനുമായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ചെറുമൃഗങ്ങളെ പറ്റിച്ച് ഭക്ഷിക്കലാണ് അവന്റെ സ്ഥിരം ഹോബി. ഓ, വിശന്നിട്ട് വയ്യ. മുയലിറച്ചി കഴിച്ച കാലം മറന്നു. ഇന്നെന്തായാലും ഒരു മുയലിറച്ചി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇതും പറഞ്ഞ് കുറുക്കൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അവിടെ അടുത്ത് ഒരു മാളത്തിൽ കുറേ അധികം മുയലുകൾ താമസിച്ചിരുന്നു. അവിടേക്കായിരുന്നു നമ്മുടെ കുറുക്കന്റെ യാത്ര. അധികം താമസിയാതെ തന്നെ കുറുക്കൻ അവിടെ എത്തി. അയ്യോ കുറുക്കൻ, ഓടിക്കോ! ഇത് കേട്ട മറ്റു മുയലുകൾ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പാഞ്ഞു. പലരും മാളത്തിൽ കയറി ഒളിച്ചു. കുറുക്കൻ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു മുയലിനെ പോലും കണ്ടില്ല. അപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു, ഹേയ് കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ഒളിക്കുന്നത്? ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതുമല്ല. അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനിപ്പോ മുയലിറച്ചി കഴിക്കാറില്ല, ഒരു ജീവികളെയും ഉപദ്രവിക്കാറുമില്ല. ഞാൻ സന്യാസത്തിലേക്കുള്ള വഴിയിലാണ്. മൂങ്ങ സന്യാസിയാണ് എന്റെ ഗുരു. ഓ പിന്നെ, ഞങ്ങളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ നോക്കണ്ട. ഇതെല്ലാം നിന്റെ സൂത്രമല്ലേ? സത്യത്തിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട മുയലുകളിലെ തലവൻ കുറുക്കന്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളെ സഹായിക്കാനോ? അതെന്തിന്? അന്ന് ഈ കാട് നശിപ്പിച്ച ആ വേട്ടക്കാരനെ ഞാൻ കണ്ടു. അയാൾ വീണ്ടും ഈ കാട്ടിൽ വന്നിട്ടുണ്ട്. കൂടെ ഒരു ഹെൽപ്പറുമുണ്ട്. അവരാദ്യം ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറുക്കൻ പറഞ്ഞത് കേട്ടപ്പോൾ പാവം മുയലുകൾക്ക് സംശയവും പേടിയും തോന്നി. അവർ കൂടി ആലോചിക്കാൻ തുടങ്ങി. ഈ കുറുക്കൻ പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? വേട്ടക്കാരൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണം. പക്ഷേ നമ്മൾ ഇത്രയും പേര് എവിടേക്കാണ് മാറുക? അതും പെട്ടെന്ന്. എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കാം. ഞങ്ങൾ ഇത്രയും പേര് നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അതിനൊക്കെ വഴിയുണ്ട്. എന്റെ കൂട്ടുകാരൻ വിനുവിന്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്. നമുക്ക് അതിൽ പോകാം. ഞാൻ അവനെ വിളിക്കട്ടെ, എന്താ? ഹലോ. യെസ്, ഗുണ്ടവിനു സ്പീക്കിംഗ്. ഇത് ഞാനാടോ. കുറച്ച് മുയലുകളെ കടത്താനുണ്ട്. നിന്റെ വണ്ടി ഒന്ന് വേണം. ശരി അണ്ണാ, ഞാനിതാ എത്തിപ്പോയി. കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച മുയലുകൾ അവനോടൊപ്പം യാത്രയായി. ഒരു മുയലിറച്ചി തിന്നാൻ കൊതിച്ച എനിക്ക് ഒരു ട്രക്ക് നിറയെ മുയലുകൾ. ഓ, അണ്ണനെ സമ്മതിക്കണം. ഇവരെ സുരക്ഷിതമായി എത്തിക്കാം എന്ന് പറഞ്ഞത് നമ്മുടെ വയറ്റിലേക്കാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു? നിങ്ങക്ക് കാഞ്ഞ ബുദ്ധി തന്നെ എന്റെ അണ്ണാ. എന്താ അണ്ണാ ഒരു സംസാരം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഒരു പ്രശ്നവുമില്ല. എല്ലാം ഇതുവരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞതാ. നന്നായി മുറുക്കി പിടിച്ചോ, സ്പീഡ് കുറച്ച് കൂടുതലാ. അണ്ണാ, വല്ലാത്ത ക്ഷീണം. കുറച്ചു നേരമായില്ലേ വണ്ടി ഓടിക്കുന്നു. നമുക്ക് ആ കാണുന്ന വലിയ ഗുഹയിലേക്ക് വണ്ടി ഒതുക്കിയിടാം. ചെറിയ വിശപ്പുമുണ്ട്. ഏത്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യടാ. നമുക്കിനി ഒരു മാസം അടിച്ചു പൊളിക്കാം. അങ്ങനെ ട്രക്ക് ഗുഹയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട മുയലുകളുടെ തലവൻ ചോദിച്ചു, ചേട്ടാ, ഈ ഗുഹയിലേക്ക് എന്തിനാണ് കയറുന്നത്? ഇത്രയും ദൂരം സഞ്ചരിച്ചില്ലേ, അല്പം വിശ്രമിച്ചിട്ട് പോകാം, എന്താ? അയ്യോ ചേട്ടാ, അതിന് കയറരുതേ. ഹേയ്, ഒന്ന് ചുമ്മാ ഇരിയടേ. വിശ്രമവും ആവാം, ഞങ്ങൾക്കല്പം വിശപ്പും മാറ്റാം. അങ്ങനെ ട്രക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങി.
അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അണ്ണം വിളിച്ചിട്ട് പോയതാണേ, വേറെ ഒന്നും എനിക്കറിയില്ലേ, അല്ലല്ലേ. മുയലുകൾ ഭക്ഷിക്കാൻ കയറിയ ഗുഹ സിംഹത്തിൻ്റെതാണെന്ന് ചതിയനായ കുറുക്കനും ചെന്നായും അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുഴിയിൽ വീഴും. കുറുക്കന് സംഭവിച്ചതും അതാണ്.